ഹലോ ഗൈസ്, നമുക്കിന്ന് തേങ്ങാപ്പീര കൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? ഞാനിത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങാപ്പീരയാണ് കേട്ടോ. തേങ്ങാപ്പാലെടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ബാക്കി വന്ന തേങ്ങാപ്പീരയാണിത്. അതുകൊണ്ട് ഞാൻ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം തീ കത്തിക്കുക, ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് 5 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ മുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും കളറൊന്ന് മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി പുളി ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ അതും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ ചെമ്മീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ചെമ്മീൻ ചേർത്താൽ വേറെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് തേങ്ങാപ്പീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി തേങ്ങാപ്പീരൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറായി വരും, അതുവരെ വറുത്തെടുക്കണം കേട്ടോ. ഈ വെള്ള കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കാം. നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങാപ്പീര കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, പൊടിച്ചെടുത്തപ്പോൾ നമ്മളുടെ തേങ്ങാപ്പീരയും പുളിങ്ങി മുളകും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ള മിക്സാണിത്. ഇത് പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു കളറിലായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ അടി പിടിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും, അത്രേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇത് ചെറിയൊരു നനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ടൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. നമ്മൾ 2 തവണ ആയിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ആരും തേങ്ങാപ്പീര ബാക്കി വന്നാൽ കളയരുത് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കും, അതിൻ്റെയൊക്കെ തേങ്ങാപ്പീര ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുക. ഇതുപോലെ ചെയ്താൽ നമുക്ക് എപ്പോഴും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വേറൊരു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. ഇനി നമ്മളിത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ പുളി കമ്മിയുണ്ടെങ്കിൽ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുത്തിട്ട് ചോറൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളിതിൽ പുളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളി കൂടുതൽ വേണമെന്നുള്ളവർ മാത്രം സുർക്ക ചേർത്താൽ മതി. അല്ലെങ്കിൽ വെറും പച്ചവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കാം. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോ പുറത്തോ അവിടെ വേണമെങ്കിൽ വെക്കാം. കേടുകൂടാതെ കുറച്ച് കാലം ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ബൈ.